നല്ല പഞ്ഞി പോലെയുള്ള ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമുക്ക് എന്തോരം ആവശ്യത്തിനുള്ള പച്ചരിയാണ് എടുത്തേക്കുന്നത്. അത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു. അതിന് ശേഷം 3 കപ്പ് പച്ചരിക്ക് 1 കപ്പ് ഉഴുന്ന് എന്നുള്ള നിലയ്ക്ക് അതിന് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇത്രയും 1/2 സ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉഴുന്നും ഉലുവയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ശരിക്കും മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് വെള്ളത്തിൽ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്തോരം ഉഴുന്നെടുത്തിട്ടുണ്ടോ അത്രയും അളവിൽ തന്നെ നമ്മൾ ചോറ് കഴിക്കുന്ന ചോറ് വേവിച്ചത് ആ ചോറും കൂടിയും ആ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതൊരു 5-6 മണിക്കൂർ കുതിരാനായിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു 5-6 മണിക്കൂർ കഴിയുമ്പം തുറന്നിട്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇനിയിപ്പോൾ അരയ്ക്കുമ്പോൾ ഈ വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ കഴുകിയിട്ട് ഒഴിച്ചു വെച്ചിരിക്കുന്ന വെള്ളമാണ്, അതുകൊണ്ട് അതിങ്ങനെ തന്നെ നേരിട്ട് ഇങ്ങനെ തന്നെ അരച്ചെടുക്കാം. അപ്പോൾ അതും കൂടെയും കൊടുത്തു കഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് പേസ്റ്റ് പോലെ കുറച്ച് കട്ടിക്ക് വേണം ഇഡ്ഡലിക്ക് മാവ് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഈ മാവ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതൊരു ചെരുവത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഈ മാവ് ചെരുവത്തിലേക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മാവിലേക്ക് നമുക്ക് അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് ശരിക്കൊന്ന് വൃത്തിയാക്കിയിട്ട് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു 8-10 മണിക്കൂർ പുളിക്കാനായിട്ട് അടച്ചു വെച്ച് കൊടുക്കണം. പിറ്റേ ദിവസം നമ്മൾ എണ്ണ പുരട്ടിയിട്ട് ചൂടാക്കിയിരിക്കുന്ന ഇഡ്ഡലി തട്ടാണിത്. എണ്ണ പുരട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ഇഡ്ഡലി പാത്രത്തിലെടുത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. ചൂടായി കഴിയുമ്പം അതിലേക്ക് നമുക്ക് മാവ് കോരി ഒഴിച്ച് കൊടുക്കണം. 2-3 മിനിറ്റ് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് തട്ട് ചൂടാക്കി എടുത്താൽ മതി. അതിന് ശേഷം മാവ് ഇവിടെ ശരിക്കും പൊങ്ങി വന്നിട്ടുണ്ട്. അതിന് ശേഷം അതൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഈ എണ്ണ പുരട്ടിയിട്ട് ചൂടായിരിക്കുന്ന തട്ടിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണ പുരട്ടിയിട്ട് ചൂടാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിത് പെട്ടെന്ന് വിട്ടുപോരും. ഒട്ടും തട്ടിൽ പിടിക്കാതെ ഇഡ്ഡലി പെട്ടെന്ന് വിട്ടുപോരും. അപ്പോൾ അതിനായിട്ടാണ് അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് ശേഷം ഇത് 5 മിനിറ്റോളം മതി. ഇഡ്ഡലി പെട്ടെന്ന് വെന്ത് കിട്ടും. വെള്ളം ഒന്ന് തെളിച്ച് വെച്ചിട്ട് നമുക്ക് ആ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് എടുക്കാം. നല്ലപോലെ ചൂടാറി കഴിയുമ്പം നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഇത് ഇങ്ങനെ ഊരി ഈ തട്ടിൽ നിന്ന് വിടത്തിയെടുക്കാൻ പറ്റും. ഒട്ടും സ്പൂണോ ഇതൊന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അതുപോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഇതിങ്ങനെ ഇതിൽ നിന്ന് വിടത്തിയെടുക്കാൻ പറ്റും. ഇത്ര നല്ല പഞ്ഞി പോലെയാണ് കേട്ടോ കാണുന്നതിലും. നല്ല പഞ്ഞി പോലെയാണ് ഇഡ്ഡലി ഇരിക്കുന്നത്. നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറും കൂടെയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും ഇതുപോലെ ഒരു തവണ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒന്ന് ഫോളോ ചെയ്തേക്കണേ.